guys, welcome back to our YouTube channel. അപ്പൊ ഇന്ന് നമ്മൾ കുറച്ചൊരു സീരിയസ് ടോപ്പിക്കിനെ പറ്റി, ഭയങ്കര സീരിയസ് ഒന്നും അല്ല, എന്തെങ്കിലും നമ്മുടെ കഴിഞ്ഞ വീഡിയോ കുറച്ചേറെ ഫണി ആയി പോയാൽ ഞങ്ങൾക്കൊരു ഡൗട്ട്, അതുകൊണ്ട് കുറച്ച് സീരിയസ് ആക്കാവുന്ന ഞങ്ങൾ വെച്ചു. അതെ, അപ്പൊ ഇന്ന് നമ്മള് നമ്മുടെ UK-ലെ ഇതുവരെയുള്ള ഒരു ലൈഫ് ജേർണി എന്ന് പറയാൻ പറ്റില്ല എങ്കിലും ഇതുവരെയുള്ള ഒരു നമ്മൾ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളെ പറ്റി സംസാരിക്കാന്ന് വിചാരിച്ചു. ഞങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു. അതെ, നമ്മള് രണ്ടുപേരും രണ്ട് രീതിയിലാണ് നമ്മൾ UK-ലേക്ക് വന്നത്. അപ്പം ഇവള് സ്റ്റുഡന്റ് ആയിട്ടാണ് വന്നത്. ഞാൻ നാട്ടില് ബാച്ചിലേഴ്സ് കഴിഞ്ഞിട്ട് ഇവിടെ മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ടാണ് ഞാൻ വന്നത്. 2021 സെപ്റ്റംബർ ഇൻടേക്കിൽ വന്നയാളാണ് ഞാൻ. അത് കഴിഞ്ഞ് മാസ്റ്റേഴ്സ് കഴിഞ്ഞു, ഗ്രാജുവേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ടുള്ള കമ്മിങ് ഇയറിൽ ഞാൻ ഇവിടെ NHS തന്നെ ഒരു ബയോമെഡിക്കൽ സയന്റിസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്തു. അപ്പം എൻ്റെ ഒരു സ്റ്റുഡന്റ് ലൈഫ് ഒരു ജേർണിയാണുള്ളത്. പക്ഷെ ഇവള് നാട്ടില് നഴ്സിംഗ് ആയിരുന്നു അല്ലേ? ഞാന് ഇവള് UK-ലേക്ക് വന്നപ്പോ തന്നെ ഓൾമോസ്റ്റ് ഡിസൈഡ് ചെയ്തിരുന്നു നഴ്സിംഗ് കഴിയുമ്പോഴത്തേക്കും വരണം എന്നുള്ളത്. അങ്ങനെ OET എഴുതി വർക്ക് വിസയിലാണ് UK-ലേക്ക് വരുന്നത്. ഇപ്പൊ ഞാൻ വന്നിട്ട് 2 years കഴിഞ്ഞതേ ഉള്ളൂ. നീ ഞാൻ വന്നിട്ടില്ല, ഞാൻ വന്നത് 2021 വന്നത്. അത് വെച്ചിട്ട് ബാക്കി നിങ്ങൾ 4 years 3 years കഴിഞ്ഞു, 3.5 വർഷം കഴിഞ്ഞു. 3.5 വർഷത്തോളം കഴിഞ്ഞു. അപ്പൊ ഞങ്ങളുടെ രണ്ടുപേരുടെയും ജേർണി ഡിഫറെന്റ് ആയിരുന്നു. അപ്പൊ അതിനെ കുറിച്ച് ഞങ്ങള് കുറച്ച് സംസാരിക്കാം. അപ്പൊ ഞാൻ സ്റ്റുഡന്റ് ആയിട്ട് വന്നുകൊണ്ട് തന്നെ എന്റെ എക്സ്പെക്ടേഷൻസ് ഇൻ ദ സെൻസ്, ഞാൻ ഇവിടെ വന്നപ്പോൾ I was like 22 അത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ചെറിയ ഒരു പ്രായമായിട്ട് തന്നെ വലിയ എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. എന്നോട്ട് അത് ലൈക്ക് ഒരു പരിധി വരെയൊക്കെ മീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ നാട്ടില് നമുക്ക് എല്ലാ കാര്യങ്ങളും വീട്ടുകാർ ചെയ്തു തരാനുണ്ട്. നമ്മൾക്ക് ചെന്ന് മേശയിൽ നിന്ന് ഇരുന്നാൽ മതി, ഫുഡ് കിട്ടും. പിന്നെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളും പരിപാടികളൊക്കെ ചെയ്താൽ മതി. നമ്മൾ വേറെ ഒന്നിനെ കുറിച്ച് നമ്മള് ആകുലപ്പെടണ്ട, ബോധവല്ല നമ്മള്. പക്ഷെ നമ്മള് ഇവിടെ വന്ന് കഴിയുമ്പം നമ്മള് ഇപ്പൊ ഇവിടെ ഡിഗ്രി പഠിക്കാൻ വരുന്ന ആളാണെങ്കിൽ വാട്ടവർ ഇവിടുത്തെ ഒരു കൾച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10-18 വയസ്സിന് ശേഷം 17 വയസ്സിന് മുമ്പ് തന്നെ ആൾക്കാർ പാർട്ട് ടൈം ജോബ് ചെയ്ത് സ്വന്തമായിട്ട് അവർ പൈസയൊക്കെ ഉണ്ടാക്കി സ്വന്തം കാര്യങ്ങൾ നോക്കും. അതുപോലെ തന്നെ അപ്പൊ സ്റ്റുഡന്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് ജോലിയും ചെയ്യണം, കൂടെ നമുക്ക് നമ്മളുടെ റെന്റിനും കാര്യങ്ങൾക്കുള്ള പൈസ, ഫുഡിനുള്ള പൈസ കണ്ടെത്തണം. പിന്നെ ലോണൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഉള്ള പൈസയും കൂടെ കണ്ടെത്തണം. സോ എനിക്ക് വന്ന സമയത്ത് നല്ല ടഫായിരുന്നു ജോബ്, ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് തന്നെ ആയിരുന്നു. ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നു സ്റ്റുഡന്റ് ആയിട്ട് വരുന്ന എല്ലാവർക്കും തന്നെ, കാരണം ഡയറക്റ്റ് ജോബിന് വരുന്നത് ഡിഫറെന്റ്. നമുക്കറിയാം നമുക്ക് ഇവിടെ ഒരു ജോബ് ഉണ്ട്, ലൈക്ക് അതിന് ജോയിൻ ചെയ്താൽ മതി. പക്ഷെ സ്റ്റുഡന്റ് ആയിട്ട് വരുമ്പോൾ നമ്മൾ ഇവിടെ വന്നതിന് ശേഷം വേണം നമ്മൾ കണ്ടുപിടിക്കാൻ. പാർട്ട് ടൈമും കണ്ടുപിടിക്കണം, കോളേജിലും പോകണം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള നമ്മുടെ നോർമൽ ഓക്കെ ആയിട്ടുള്ള നമ്മുടെ ജോബും കണ്ടുപിടിക്കണം. അപ്പൊ എനിക്ക് വന്ന സമയത്ത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. ഒരു ഏജൻസിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പൊ ഫുട്ബോൾ ക്ലബിലോ അല്ലെങ്കിൽ റേസ് കോഴ്സസിലൊക്കെ. അപ്പൊ അവിടെ ബാർടെൻഡിങ്, എന്റെ ഫസ്റ്റ് ജോബ് എനിക്ക് തോന്നുന്നു എന്റെ ഓർമ്മയിൽ ബാർടെൻഡിങ് ആണ് ചെയ്തത്. അറിയ പോലും ഇല്ല, നമ്മുടെ നാട്ടിലൊന്നും നമ്മളങ്ങനെ ഒരു ബാറിലൊന്നും അങ്ങനെ ഒരു പരിചയമൊന്നുമില്ല. അപ്പൊ ആദ്യം തന്നെ നേരെ ബാറിലോട്ട് കയറുമ്പോൾ നല്ല രസമാണ്. അപ്പം എന്താ പറയുന്നത്, പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഇപ്പൊ നാട്ടിൽ നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിലും ഒക്കെയാണ് നമ്മൾ പഠിച്ചതെങ്കിലും കുറച്ചുകൂടെ നമ്മൾ കോൺഫിഡന്റ് ആയിട്ടും ഇംഗ്ലീഷ് സംസാരിക്കുന്നതും ഒക്കെ ഇവിടെ വന്നതിന് ശേഷമാണെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് നമ്മുടെ ലാംഗ്വേജ് നല്ല രീതിയിൽ ബെറ്റർ ആയി. ഭയങ്കര വലിയ, കാരണം ഞാൻ ലിവർപൂളിലോട്ടാണ് വന്നത്. ലിവർപൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ പഠിച്ച ഇംഗ്ലീഷ് ഒന്നുമല്ല. സ്കോട്ട്ലൻഡിൽ അല്ലെങ്കിൽ ലിവർപൂളിലോട്ടൊക്കെ പോകുന്ന ആൾക്കാർക്കൊക്കെ മനസ്സിലാവും അതൊരു വല്ലാത്തൊരു ഇംഗ്ലീഷാണ്. അവരുടെ ഭാഷയെ ഡിഫറെന്റ് ആണ്. എന്താ പറയുന്നത്, ഇംഗ്ലീഷ് വേർഡ്സ് ആണെങ്കിലും അവര് ചിലതിന് ചില വാക്കുകൾ ഉപയോഗിക്കുക. ഇപ്പം നമ്മള് നാട്ടില് പോലീസ് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പോലീസ് എന്നൊക്കെ പറയുന്നതിന് ലിവർപൂൾ സ്കൗസ് ആക്സെന്റിൽ അവര് ബിസീസ് എന്നാ പറയാ. അപ്പം ഫുഡിന് സ്ക്രാൻ എന്നാ പറയാ. അപ്പം അതൊക്കെ ആ വേർഡൊക്കെ ഭയങ്കര ഡിഫറെന്റ്, നമുക്ക് മനസ്സിലാവില്ല. വേറെ എന്തൊക്കെയാ എനിക്കോട് പറയാം, നമുക്ക് മനസ്സിലാവില്ല. അപ്പം പെട്ടെന്ന് എന്നോട് ആരും എന്തെങ്കിലും ചോദിച്ചാൽ ഞാനിങ്ങനെ തലയാട്ടിക്കൊണ്ടിങ്ങനെ നിൽക്കും. പിന്നെ ആരും എന്തെങ്കിലും പറഞ്ഞ് ചിരിച്ചിട്ട് ആരും ഒക്കെ കൂടെ ചിരിക്കും. എല്ലാം ഒരു എന്താ പറയുക ഊഹാപോഹത്തിലാ പോവുക. എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടേ. അപ്പം നീ മാസ്റ്റേഴ്സ് ചെയ്യാൻ ഇങ്ങോട്ട് വന്നത് എന്തുകൊണ്ടാണ് UK ചൂസ് ചെയ്തത്? യെസ്, ഞാൻ UK ചൂസ് ചെയ്യാൻ കാരണം പ്രത്യേകിച്ച് ഞാൻ ആദ്യം കാനഡ നോക്കിയിരുന്നു. പക്ഷെ കാനഡ എനിക്ക് തോന്നുന്നു നമുക്ക് മാസ്റ്റേഴ്സ് ആയിട്ട് ഒരു ഡിപ്ലോമ പോലെ തന്നോണ്ടിരുന്നു. അപ്പൊ എനിക്ക് ചെയ്യാണ് പ്രോപ്പർ PG ചെയ്യണം എന്നുള്ള ഒരു ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നോക്കി വന്നപ്പോഴാണ് എന്റെ ഫീൽഡുമായിട്ട്, കെമിസ്ട്രി ഫീൽഡുമായിട്ട് കുറച്ചുകൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി കണ്ടുപിടിച്ചു. നല്ല പ്രോഗ്രാം ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. പിന്നെ കുറച്ച് എക്സ്പെൻസീവ് ഡിഗ്രി ആയിരുന്നെങ്കിൽ പോലും ലൈക്ക് എനിക്ക് അതിന്റെ പ്രോഗ്രാമും കാര്യങ്ങളും അതിന്റെ കോഴ്സിന്റെ ഫീൽഡും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ചെയ്യാൻ പറ്റുന്നതാണ് തോന്നി. പക്ഷേ എന്താ പറയുന്നത്, എനിക്ക് ബാച്ചിലേഴ്സ് കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗ് മാസ്റ്റേഴ്സ് ചെയ്യുമ്പോൾ വലിയൊരു ഷിഫ്റ്റാണ്. കാരണം നമ്മൾ കോഡിങ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ല, CAD പഠിക്കണം, ഡിസൈനിങ് ഉണ്ട്. അപ്പൊ ഇതൊന്നും അറിയത്തില്ല. അപ്പൊ ഇതെല്ലാം ഇവിടെ വന്നിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം എനിക്ക് പറയാനുള്ളത്, ഇവിടെ സ്റ്റുഡന്റ് ആയിട്ട് ഏത് ഫീൽഡിൽ പഠിക്കുന്ന ആൾക്കാരാണെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള സ്ട്രഗിൾസ് ഉണ്ട്. അപ്പൊ ഹാറ്റ്സ് ഓഫ് ടു ഈച്ച് ആൻഡ് എവരിബഡി. ലൈക്ക് നമ്മൾ വീണ്ടും നാടും ഒക്കെ വിട്ടിട്ട്
നമ്മൾ തന്നെ വരികയല്ലേ, ഒരു വലിയ ഷിഫ്റ്റ് ആണ്. അപ്പം അത് early 20s-ലായിരിക്കും കൂടുതൽ ആൾക്കാർ, എസ്പെഷ്യലി ഞാനൊന്നും എന്റെ നാടൊന്നും വിട്ട് കോട്ടയൊന്നും വിട്ട് ഒരിടത്തോട്ട് പോയിട്ടുമില്ല. ഞങ്ങളൊന്നും ഞങ്ങളുടെ നാട് വിട്ട് ഒരിടത്തോട്ട് പോയിട്ടുമില്ല. അതുകൊണ്ട് ഒരു എക്സ്പോഷർ ഇല്ല. ഞാൻ അങ്ങനെ നാടൊന്നും അങ്ങനെ ഒരുപാട് നമ്മളങ്ങനെ കണ്ടിട്ടുകൂടിയില്ല. അപ്പൊ അങ്ങനെ വരുന്ന ഒരാൾക്ക് അതൊരു ഹ്യൂജ് എക്സ്പോഷർ ആണ്. അപ്പം നമുക്ക് നല്ല രീതിയിലും പോവാം, എന്താ പറയുക, കുറച്ചൊക്കെ നമുക്ക് വഴിതെറ്റിയും പോവാം. അപ്പൊ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഏതാന്നുള്ളത് നോക്കി ചൂസ് ചെയ്ത് മുന്നോട്ടേക്ക് ലൈഫ് ലീഡ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അറ്റ് ദ സെയിം ടൈം നമുക്ക് പറയാനും പറ്റില്ല ഓക്കെ ഈ ഒരു രാജ്യത്തേക്ക് സ്റ്റുഡന്റ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഇത് എവിടെയൊക്കെ എന്തൊക്കെ എല്ലാവരും നാട്ടിൽ നിന്ന് അടിപൊളിയാണ് എന്നാണ് പറഞ്ഞത്. ലൈഫ് നല്ലതാണ്, ഇല്ലാന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ആൻഡ് ഐ ആം എൻജോയിങ് മൈ ഇൻഡിപെൻഡന്റ് ലൈഫ്. ഞാൻ തന്നെയാണ് താമസിക്കുന്നത്. അപ്പം ആ ഒരു ഇൻഡിപെൻഡന്റ് ലൈഫ് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ലൈക്ക് അപ്പം എന്താ പറയാ, നമുക്ക് വേറെ ആരുടെ കാര്യം അന്വേഷിക്കാൻ പോകണ്ട എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ അതുപോലെ തന്നെ എന്താ പറയാ, നമുക്ക് ഈ ലോൺലിനെസ്, നമുക്ക് ആ ഒരു ആരെയും കാണാൻ പറ്റുന്നില്ല എപ്പോഴും ആ ഒരു ഡിപ്രസീവ് സ്റ്റേറ്റ് ഒക്കെ എനിക്ക് തോന്നുന്നു എല്ലാവരും ഇവിടെ അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇത്രയാണ് എനിക്ക് സ്റ്റുഡന്റ് ലൈഫിനെ കുറിച്ച് പറയാനുള്ളത്. ഇത്രയാണ്. ഇനിയിപ്പം ഡയറക്റ്റ് ജോബ് കിട്ടി വന്നത് പറയും. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ ശരിക്കും ഒത്തിരി ആഗ്രഹിച്ചാട്ടോ യുകെയിലേക്ക് വന്നത്. എനിക്ക് നാട്ടില് ജോലി ചെയ്യണമെന്ന് അധികം താല്പര്യമില്ലാത്ത, എനിക്ക് നാട്ടിലെ ആ വർക്ക് എന്ന് മോശമായിട്ട് പറയുന്നല്ലെങ്കിലും നാട്ടിലെ വർക്ക് കൾച്ചർ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഞാൻ മെഡിക്കൽ കോളേജിലാണ് നഴ്സിംഗ് പ്രാക്ടീസ് ചെയ്തതും കുറച്ച് പഠിച്ചതും കാര്യങ്ങളൊക്കെ അവിടെ. അപ്പോൾ അവിടുത്തെ രീതിയൊക്കെ കണ്ടിട്ട് എനിക്ക് ആക്ച്വലി നഴ്സിംഗിലോടുള്ള പാഷനൊക്കെ വളരെ കുറഞ്ഞു പോയിട്ടാണ് നഴ്സിംഗ് പാസ് ഔട്ട് ആയത്. പക്ഷേ ഒരു എന്റെ മെയിൻ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇൻക്രീസിംഗ് സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് തന്നെയായിരുന്നു. അപ്പം ശരിക്കും ഞാൻ ഇപ്പോൾ ഉള്ളൊരു സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫും കാര്യങ്ങളും ഒക്കെ എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് സാറ്റിസ്ഫൈഡ് തന്നെയാണ്. അപ്പൊ അതായിരുന്നു എന്റെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം. എനിക്ക് 3 എക്സാംസ് ആയിരുന്നു പാസ്സാവേണ്ടത്. എല്ലാ നഴ്സുമാരോടും വന്ന പോലെ തന്നെ CBT, OET ആൻഡ് OSCE പാസ്സായിട്ടാണ് എനിക്കിവിടെ ജോലി റെഡി ആയത്. ആ ഒരു പാത്വേ സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു, പക്ഷേ നോ പെയിൻ നോ ഗെയിൻ അല്ലേ. അപ്പം ആ ഒരു നമുക്ക് എല്ലാം കിട്ടില്ല, എല്ലാം കൂടെ കിട്ടില്ലല്ലോ. അപ്പൊ ചിലതോടൊപ്പം മറ്റേതിന് എവിടെയും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം, കോംപ്രമൈസ് ചെയ്യണം എന്ന് പറയുന്ന പോലെ അത് ഉണ്ടാവും. നമുക്ക് എന്തെങ്കിലും ഒരു സൈഡിൽ നല്ലതാവുമ്പോ നമുക്ക് മറ്റേ സൈഡ് എങ്ങനെയും ഒരു കോംപ്രമൈസ് ഉണ്ടാവണം എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ മെന്റൽ ഹെൽത്ത് ഫീൽഡിലാണ് ചൂസ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഞാൻ ഈ മെന്റൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ, അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ അല്ല. ഇവിടെ നാട്ടിലെന്ന് പറയുമ്പോൾ നമ്മള് നഴ്സിംഗ് പഠിക്കുന്നത് എല്ലാത്തിനും കൂടെ അല്ലെ. മെന്റൽ ഹെൽത്ത് ഉണ്ട്, ഗൈനക്കോളജി ഉണ്ട്, പീഡിയാട്രിക്സ് ഉണ്ട്, അല്ലാതെ എല്ലാ മെഡിക്കൽ സയൻസ് ഉണ്ട്, എല്ലാത്തിനും ഒന്നിച്ചുള്ള നഴ്സിംഗ്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഫീൽഡിനും ഓരോ നഴ്സിംഗ് ആണ്. അപ്പം ഇവിടേക്ക് വന്നു കഴിഞ്ഞപ്പോഴാട്ടോ അതൊക്കെ മനസ്സിലായത്. അപ്പൊ ഇവിടെ വന്നവർക്ക്, ഇവിടെ ഇപ്പൊ ഞാനിവിടെ വർക്ക് ചെയ്യുന്നവരൊക്കെ മെന്റൽ ഹെൽത്ത് നഴ്സിംഗ് ചെയ്തവരാ. അപ്പൊ ഞങ്ങളാണ് ബാക്കി എല്ലാ ഫീൽഡിലും പഠിച്ചിട്ട് വന്നവര്. അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ശരിക്കും എനിക്കൊരു ആദ്യത്തെ ഒരു 6 months ആണ് ശരിക്കും ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ആയിട്ട് തോന്നിയത്. അപ്പം നമ്മൾ കുറെ കാര്യങ്ങളോട് ഒരേ സമയം യൂസ്ഡ് ആവണം. വെതറിനോട് യൂസ്ഡ് ആവണം, ഫാമിലി ഇല്ല, അപ്പം എന്താ അതിന്റെ ഒരു ഹോം സിക്നെസ് ഉണ്ട്, പിന്നെ ഫുഡ് ഉണ്ടാക്കാൻ അറിയത്തില്ല. അത് ബേസിക്കലി ഞാൻ ഇവിടെ ഇവിടെ നന്നായിട്ടറിയാം. എനിക്കൊന്നും കുക്ക് ചെയ്യാൻ അറിയില്ല. വീട്ടിൽ തന്നെ കുക്ക് ചെയ്യാൻ ആരും നിർബന്ധിക്കാറില്ല. അതുകൊണ്ട് ഒന്നും കുക്ക് ചെയ്യാൻ ഒന്നും അറിയത്തില്ല. അപ്പൊ അത് കുക്കിംഗ് കാര്യങ്ങൾ എല്ലാം കഴിക്കണമല്ലോ. എന്നും പുറത്ത്, എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ പുറത്തുനിന്നുള്ള ഫുഡിനോട് നമുക്ക് നമ്മുടെ യോജിക്കുന്ന ഒരു ടൈപ്പ് അല്ല. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് പുറത്തുനിന്ന് എന്തും വാങ്ങിച്ചു കഴിക്കാൻ. അപ്പൊ എന്തായാലും കുക്ക് ചെയ്യാൻ പഠിക്കണം. പിന്നെ വർക്ക്, നമ്മളിവിടെ വന്നത് നമ്മുടെ കരിയറിന് വേണ്ടിയിട്ടാവും. അതൊരു വലിയ കാര്യം, അതിലേക്ക് അഡ്ജസ്റ്റ് ആവുക എന്നുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലെ ഒരു വർക്ക് എൻവയോൺമെന്റ് അല്ല. അപ്പം ഇവിടുത്തെ ചുറ്റുമുള്ള ആൾക്കാരുടെ ഇവിടുത്തെ ആക്സെന്റ് ഇഷ്യൂസ് കാര്യങ്ങൾ അത് പഠിച്ചെടുക്കണം. ലാംഗ്വേജ് ഒക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ഹാൻഡ് റൂമിലൊക്കെ പോയിരുന്നു, ഇവരെന്തുവാ പറയുന്നത്, ഏതെങ്കിലും ഒരു വാക്ക് മനസ്സിലാവും ഇവർ പറയുന്ന വലിയ സെന്റൻസ് ചെയ്യുന്ന ആ ഒരു വാക്ക് വെച്ചിട്ട് ബാക്കി ഞാൻ ഗസ് ചെയ്തെടുത്തിട്ടായിരുന്നു ഹാൻഡ് റൂമിൽ ഇരുന്ന്. പക്ഷെ ഇപ്പൊ അത് നന്നായി 6 months കൊണ്ട് തന്നെ നമ്മൾ അതിനോട് നല്ല യൂസ്ഡ് ആവും. I actually felt like I can put my feet down after 6 months. ആ 6 months കഴിഞ്ഞപ്പോഴാണ് ശരിക്കും എനിക്ക് ഇവിടെ ഞാനൊന്ന് സെറ്റിൽ ആയി എന്ന് എനിക്ക് തോന്നിയത്. ആ ഒരു 6 months കംപ്ലീറ്റ് ആയിട്ട് എടുത്തു. പിന്നെ മെയിൻ ആയിട്ട് പറയണമെങ്കിൽ ഇവിടെ ഫുൾ സിസ്റ്റത്തിലാണ് നമ്മുടെ പേഷ്യൻസിന്റെ കാര്യങ്ങൾ ഓടുന്നത്. ആ ഫുൾ സിസ്റ്റം പഠിച്ചെടുക്കണം. അതെങ്ങനെ വർക്ക് ചെയ്യുന്നത്, അതിലേക്ക് എങ്ങനെയാണ് ലോഗിൻ ചെയ്യാൻ പറ്റുന്നത്, പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഓരോ പേപ്പർ വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ പോലത്തെ പേപ്പർ വർക്ക് അല്ല. നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിഷൻ പേപ്പർ ഉണ്ട്, ഡിസ്ചാർജ് പേപ്പർ വർക്ക് ഉണ്ട്, അതിൽ കൂടുതലൊന്നുമില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും നമ്മൾ പേഷ്യൻസ് റിസ്ട്രെസ്മെന്റ് ചെയ്യണം, കെയർ പ്ലാൻ അപ്ഡേറ്റ് ചെയ്യണം, MSc ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. അപ്പൊ ഇങ്ങനത്തെ ഓരോ പ്രൊസീജിയേഴ്സും നമ്മൾ പഠിച്ചെടുക്കാണ്. എനിക്ക് ചില സമയത്ത് നാട്ടിൽ എന്തിനാണ് ഞാൻ ഈ 4 വർഷം നഴ്സിംഗ് പഠിച്ചത്, ഇവിടെ വന്നിട്ട് ഈ 6 മാസത്തെ ഒരു ട്രെയിനിങ് എടുത്താൽ മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം ഇവിടുത്തെ സിസ്റ്റം ഫുള്ള് ഡിഫറെന്റ് ആണ്. പക്ഷെ once you pass that stage, life will definitely become easier. പിന്നെ നമ്മൾ എന്ത് കാര്യം പഠിച്ചാലും എനിക്ക് തോന്നുന്നു നമ്മൾ ആ ഫസ്റ്റ് ജോബി കിട്ടാൻ വേണ്ടിയുള്ള ഒരു
മാത്രമാണ് നമുക്ക് അതിന് മുമ്പ് നമ്മൾ പഠിച്ച കാര്യങ്ങള്. നമ്മൾ കയറി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ആ ഒരു ട്രെയിനിങ് കിട്ടുമ്പോഴെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി ഏത് ഫീൽഡിലോട്ടാണ് നമ്മൾ സ്പെസിഫിക്കലി പോവുക. കുറച്ച് സ്കിൽസ് മാത്രമല്ലേ നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ ആ ജോബിലോട്ട്, ബാക്കിയെല്ലാം നമ്മൾ അവിടുന്ന് പിന്നെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ശരിക്കും ജോബിന് കയറി കഴിയുമ്പോൾ നന്നായിട്ടൊരു പഠിക്കാൻ പറ്റുന്ന ഒരു കമ്പനിയിലോ അല്ലെങ്കിൽ പഠിക്കാൻ ഒരു സ്കോപ്പ് ഉള്ള ഒരു സ്ഥലത്തേക്ക് കയറി കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ കരിയറിന് ഓൾ ദ വെല്ലൊക്കെ എന്താ പറയുക നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവും. അപ്പൊ അതെനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊരു പിന്നെ നമുക്ക് എവിടെയെങ്കിലും കയറുക അതേ ഉള്ളൂ. എവിടെയെങ്കിലും കയറാൻ പറ്റിയിട്ട് എക്സ്പീരിയൻസ് എടുക്കുക. കാരണം നമുക്കറിയാലോ നമുക്ക് ഇവിടെ നിൽക്കണമെങ്കിൽ സ്പോൺസർഷിപ്പ് വേണം. PSW കഴിഞ്ഞിട്ട് ഇതിനൊക്കെ ആ പ്രശ്നമില്ല. ഇവർക്ക് ഓൾറെഡി കമ്പനി സ്പോൺസേർഡ് ആണല്ലോ നാട്ടിൽ നിന്ന് വരുമ്പോൾ. ഇപ്പം സ്റ്റുഡൻസ് ആയിട്ട് വരുന്നവർക്ക് നമുക്ക് PSW എടുക്കാം. PSW എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു സ്പോൺസർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ടഫ്. എല്ലാവർക്കും കിട്ടണം എന്നില്ല. ദൈവാനുഗ്രഹം വേണം, ഒരു ഭാഗ്യം വേണം. പിന്നെ എന്താ പറയാ, നമുക്കത് പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ പറഞ്ഞിട്ടുള്ളതാണ്, അത്രേ ഉള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും അതിലും ബെറ്റർ ആയിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കും പറഞ്ഞു വെക്കുക. സോ സ്പോൺസർഷിപ്പ് ഒക്കെ എല്ലാവരും നോക്കുന്നുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ഞങ്ങള് പ്രാർത്ഥിക്കുന്നു. അതെ. അപ്പം സോ ഇറ്റ്സ് ടഫ്. പക്ഷെ എന്താ പറയുന്നത്, നമ്മൾ അതിനോട് അഡ്ജസ്റ്റ് ആയി കഴിയുമ്പോൾ ലൈഫ് വിൽ സംഹൗ ഗെറ്റ് ബെറ്റർ അറ്റ് സം പോയിന്റ്, അത്രേ ഉള്ളൂ. അതെല്ലാരും കടന്നു പോകേണ്ട ഒരു ജേർണിയാണ്. അതില് ബാക്കിയുള്ളവരുടെ ഇൻപുട്ട് എനിക്ക് തോന്നുന്നു വളരെ മിനിമൽ അല്ലേ? അതെ അതെ, നമ്മള് തന്നെ ആ ഒരു ജേർണി കടന്നു പോകേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ആ ഒരു സ്ട്രഗിൾ ഒക്കെ നന്നായിട്ട് എനിക്കും നല്ലൊരു എന്താ പറയുന്ന സ്റ്റുഡന്റ് ലൈഫ് നല്ല സ്ട്രഗ്ലിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞ് ജോലി കിട്ടി വന്നപ്പോൾ പോലും എനിക്ക് നല്ല സ്ട്രഗ്ലിംഗ് ആയിരുന്നു. നമുക്കിപ്പോ ഫൈനാൻഷ്യൽ ആയിട്ട് രീതിയിൽ അപ്പം ഞങ്ങൾ രണ്ടുപേരും ബാൻഡ് 5 നമ്മൾ ഉള്ളത്. അപ്പം എന്താ പറയാ, അപ്പം സാലറി ഏകദേശം സെയിം ആണെങ്കിലും ഇപ്പൊ ലണ്ടനില് എക്സ്പെൻസ് അത്രയും കൂടുതലാണ്. എന്താ പറയുക, വൺ ഓഫ് ദി ബെസ്റ്റ് സിറ്റീസ് ഇൻ ദ വേൾഡ് ആണ് ലണ്ടൻ എന്നൊക്കെ പറയുന്നത്. അപ്പം അത്രയും എക്സ്പെൻസ് കൂടുതലാണ്. അവിടെ വീടുകളില്ല. ഇപ്പം റെന്റിലൊക്കെ എടുക്കണം എന്നുള്ളത് ഭയങ്കര കഷ്ടമാണ്. നമുക്ക് നല്ലൊരു നെയ്ബർഹുഡിൽ ഒരു വീട് കിട്ടാന്ന് പറയുന്നത് കഴിഞ്ഞാൽ നല്ല സേഫ് ആയിരിക്കണം. നമ്മള് നാട്ടിൽ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ എല്ലാ സ്ഥലവും സേഫ് ആയിട്ട് തോന്നും. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനല്ലേ. ഇപ്പൊ നമ്മളൊരു സ്ഥലത്ത് ഇപ്പൊ ഗ്ലോസ്റ്റർ അല്ലെങ്കിൽ ഒരു ബ്രിസ്റ്റോൾ ഒരു സ്ഥലത്തേക്ക് നമ്മൾ താമസിക്കാൻ വരുമ്പോ ആ ബ്രിസ്റ്റോളിൽ തന്നെ ചില സ്ഥലങ്ങള് അത്ര സേഫ് അല്ലാത്ത സ്ഥലങ്ങൾ ഉണ്ടായിരിക്കും. ഇത് കണ്ടുപിടിക്കണം. അക്കോമഡേഷൻ കണ്ടുപിടിക്കുന്നൊക്കെ നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മൾ ഇപ്പം തന്നെ താമസിക്കുന്നവർ അല്ലെങ്കിൽ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും നോട്ട് ലൈക്ക് ജെൻഡർ ബൈസിങ് ഓർ എനിത്തിങ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് പ്രയോറിറ്റി ഷുഡ് ബി സേഫ്റ്റി. എന്ത് രീതിയിലാണെന്ന് പറഞ്ഞാലും നിങ്ങൾക്കിപ്പം ഇച്ചിരി ബസ് കയറി ഇച്ചിരി ദൂരത്തിൽ ജോലിക്ക് പോകേണ്ട വന്നാലും ഐ തിങ്ക് സേഫ്റ്റി ഷുഡ് ബി യുവർ ഫസ്റ്റ് പ്രയോറിറ്റി. ലൈക്ക് നമ്മൾ ചെന്ന് വീട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോൾ നമുക്കൊരു ഇപ്പൊ എസ്പെഷ്യലി തന്നെ താമസിക്കുന്ന ആൾക്കാരാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സമാധാനമായിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റണം. അല്ലാണ്ട് അല്ലെങ്കിൽ ഇഫ് ഇറ്റ്സ് എ പുവർ നെയ്ബർഹുഡ് നമുക്ക് എപ്പോഴും ടെൻഷൻ അടിക്കാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമോ. അപ്പം ഞാനിപ്പോഴും അതേ പറയുള്ളൂ, അക്കോമഡേഷന്റെ കാര്യത്തിൽ നിങ്ങൾ അത്ര അതിൽ ലാഭിക്കാൻ നോക്കരുതെന്നാണ് ഞാൻ പറയാ. ലൈക്ക് നമ്മൾ ഇവിടെ നിൽക്കുന്ന ആൾക്കാരാണ്, സേഫ് ആയിട്ട് നിൽക്കുക. ഹെൽത്ത് ആണ് ഇമ്പോർട്ടന്റ് എല്ലാത്തിനും. കാരണം ഇവിടെ ഹെൽത്തിന് ചിലപ്പോൾ നമുക്ക് എപ്പോഴും ഓടി ഹോസ്പിറ്റലിൽ പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല, നമ്മുടെ നാട്ടിലത്തെ പോലെ അല്ല. അപ്പോയിന്റ്മെന്റ് എടുക്കണം. അപ്പോയിന്റ്മെന്റ് എടുത്താൽ തന്നെ നമുക്ക് അത്ര സിവിയർ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഡോക്ടറെ കാണേണ്ട ആവശ്യമുള്ളൂ. ഇല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാർ സ്വയമായിട്ട് തന്നെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ മരുന്ന് മേടിച്ച് നമ്മൾ സ്വയം തന്നെ ട്രീറ്റ് ചെയ്യുക. നാട്ടിലത്തെ എന്ന് വെച്ചാൽ നമുക്കൊരു പനി വന്ന ഓടി ഡോക്ടറിന്റെ അടുത്ത് പോവാം. ഇവിടെ അങ്ങനെ പറ്റില്ല. ഒരു പാരസെറ്റമോൾ ഇഞ്ചക്ഷൻ അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം ഞാനൊക്കെ എന്തൊക്കെ മരുന്നാ ബാക്കി തിന്നത് എനിക്ക് തന്നെ അറിയത്തില്ല. ഇബുപ്രോഫിൻ, അനാഡിൻ, ലെൻസിപ്പ് എന്തൊക്കെയാണ് കഴിക്കുന്നത് അറിയത്തില്ല. എന്തൊക്കെയാണെങ്കിലും ഒരു 5 ദിവസം കഴിയുമ്പോഴേക്കും എനിക്ക് നടക്കാൻ പറ്റില്ല. നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് തന്നെ ഫൈറ്റ് ചെയ്യുവാണല്ലോ. അപ്പം നാട്ടിലത്തെ ആ ഒരു സിസ്റ്റം അല്ല. അപ്പം എനിക്ക് തോന്നുന്നു സേഫ്റ്റി ആൻഡ് ഹെൽത്ത് ഷുഡ് ബി യുവർ ഫസ്റ്റ് പ്രയോറിറ്റി. ഇവിടെ നമ്മൾ വേറെ ഏത് കൺട്രിയിലാണെങ്കിലും UK, ജർമ്മനി, വേറെ ഔട്ട്സൈഡ് ഇന്ത്യ ലൈക്ക് വീട്ടിൽ നിന്ന് എവിടെ പോയി മാറുന്നാലും അതായിരിക്കണം ഫസ്റ്റ് പ്രയോറിറ്റി. എക്സ്പെൻസസിനെ പറ്റി പറയാനാണെങ്കിൽ എനിക്ക് നാട്ടിൽ നിന്നും ശരിക്കും ഹിറ്റ് ചെയ്ത ഒരു കാര്യം ഐ ബി വെരി ഓണസ്റ്റ്. നമ്മുടെ പേസ്ലിപ്പ് അല്ല, നമ്മുടെ ഈ എന്താ പറയുക, ജോബ് സ്പെസിഫിക്കേഷൻ അല്ലല്ലോ, ജോബ് ഓഫർ ലെറ്ററിൽ നമുക്ക് ഇത്ര എമൗണ്ട്, ഫോർ എക്സാമ്പിൾ ഒരു 1000 pounds എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിക്കാൻ വിചാരിക്കുക. അപ്പൊ എന്റെ ഇമാജിനേഷൻ ആ 1000 pounds നമ്മുടെ അക്കൗണ്ടിൽ വരുമെന്നുള്ളതായിരുന്നു. പക്ഷെ അതിൽ നിന്ന് കുറെ കാര്യങ്ങൾ കട്ട് ചെയ്യും. നമ്മൾ NSSലാണെങ്കിൽ പെൻഷൻ ഉണ്ട്, പെൻഷൻ കട്ട് ചെയ്യും. പിന്നെ നാഷണൽ ഇൻഷുറൻസ് കട്ട് ചെയ്യും. പിന്നെ ടാക്സ് കട്ട് ചെയ്യും. ടാക്സ് എന്ന് പറഞ്ഞ ഒരു 1.5 കട്ടാണ്. അതെ, ഇതെല്ലാം ഡിഡക്റ്റ് ആയിട്ടുള്ള എമൗണ്ട് ആണ് നമുക്ക് വരുന്നത്. വിച്ച് വിൽ ബി എമൗണ്ട്. ഇപ്പൊ 1000 pounds നിങ്ങൾക്ക് £1000 നമുക്ക് സാലറി ആണെങ്കിൽ ഓൾമോസ്റ്റ് ലൈക്ക് 750-700 ഒക്കെ ആയിരിക്കും നമ്മുടെ അക്കൗണ്ട്, വിച്ച് ഈസ് എ ഹ്യൂജ് ഡിഫറൻസ് അല്ലേ. അപ്പം അതെനിക്ക് തോന്നിയിട്ടുണ്ട് എല്ലാവരോടും ഇത് പറയണത്. നാട്ടിൽ നിന്ന് വരുന്നവര് സാലറി എക്സ്പെക്ട് ചെയ്യുമ്പോൾ യു ഷുഡ് ഓൾസോ അണ്ടർസ്റ്റാൻഡ് ദർ ഇസ് ലോട്ട് ഓഫ് സാലറി. ഇപ്പൊ ഇവിടെ 60K ഉണ്ട്, 70K per pounds per year എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ നാട്ടിലെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യരുത്.
ഇതൊരു ഹ്യൂജ് ഡിഡക്ഷൻ കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ കയ്യിലൊരു അക്കൗണ്ടിലേക്ക് പൈസ വരുന്നത്. പിന്നെ എക്സ്പെൻസ് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഉള്ളൊരു ധാരണയാണ് UK ഈസ് വെരി എക്സ്പെൻസീവ് എന്നുള്ളത്. ടു ആൻ എക്സ്റ്റെന്റ് അല്ലേ? ഇറ്റ് ഈസ് എക്സ്പെൻസീവ്. അതെ, ഒരു നമ്മൾ നിൽക്കുന്ന സ്ഥലം പോലെ ഇരിക്കും, നമ്മുടെ ചുറ്റുമുള്ള സൂപ്പർ മാർക്കറ്റ്സ് ഒക്കെ പോലെ ഇരിക്കും, അവൈലബിലിറ്റി ഒക്കെ പോലെ ഇരിക്കും എക്സ്പെൻസ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ റെന്റ്, ഫുഡ്, പിന്നെ ഇപ്പം നമ്മുടെ റെന്റിൽ ബിൽസ് ഇൻക്ലൂഡഡ് അല്ല എന്നുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് പേ ചെയ്യണം. പിന്നെ ഈ പറഞ്ഞ പോലെ പെൻഷൻ, ഇൻഷുറൻസ് എടുക്കുന്നവർ ഇൻഷുറൻസ് എടുക്കുന്നുണ്ട്, അത് വലിയൊരു പേ ആണ്. അപ്പം മന്ത്ലി പിന്നെ നമ്മുടെ ഫോൺ ബില്ല്, പിന്നെ ഗ്രോസറി ബില്ല്, അതൊക്കെ വലിയൊരു ഹ്യൂജ് എമൗണ്ട് ആണ് പോകുന്നത്. അപ്പം എന്താ പറയുക, നമുക്കിപ്പം നമ്മുടെ പേരൻസ് അല്ലെങ്കിൽ ഫാമിലിക്ക് കുറച്ച് എക്സ്പെക്ടേഷൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ലോൺ ഉണ്ടായിരിക്കും. അതെ, അപ്പം അത് കാര്യങ്ങള് ഇതെല്ലാം എനിക്കൊന്നൊരു ഒരു ലെവൽ ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് സ്കിൽസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം കൂടെ ഒന്നിച്ച് ഒരു കപ്പൽ പോലെ അല്ലേ? അതെ, പക്ഷെ സേവിങ്സ് ഇൻ ദ കൈൻഡ് ഐ ഡോണ്ട് തിങ്ക്, എനിക്ക് തോന്നുന്നില്ല ഒരുപാടൊന്നും നമുക്ക് സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. എനിക്കറിയത്തില്ല നിനക്ക് ഇങ്ങനെ, നിനക്ക് ഒരുപാട് സേവ് ചെയ്യാൻ പറ്റുന്നു. കുറെ ഇതുപോലെ തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ, ലയബിലിറ്റീസ് കാര്യങ്ങൾ സൈഡിൽ നിൽക്കുമ്പോൾ സേവിങ് ഇസ് ഡിഫിക്കൽട്ട്. ഇഫ് യു ഡു നോട്ട് ഹാവ് എനി അല്ലെ, ഒരു ലയബിലിറ്റീസും ഇല്ലാത്ത ഒരാളാണ് ഇപ്പം പേരൻസിന് പൈസ അയക്കണ്ട, അല്ലെങ്കിൽ വേറെ ലോണ് കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മേ ബി യു ക്യാൻ ഡെഫിനറ്റ്ലി, എനിക്ക് തോന്നുന്നു ഉറപ്പായിട്ടും സേവ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട്. അല്ല, നിങ്ങൾ അതെ, അറ്റ്ലീസ്റ്റ് ഫോർ ദ ഫസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ആ ഒരു സാലറി ത്രഷോൾഡ് വീണ്ടും മുകളിലോട്ട് കടക്കണം. ഇപ്പൊ ഞങ്ങളുടെ ഞങ്ങൾ 2-3 years ആയവരാ. അപ്പൊ ഞങ്ങളുടെ ഇപ്പത്തെ ഒരു രീതിയിൽ ഞങ്ങൾ പറയുവാണെങ്കിൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി അല്ലേ? ഡെഫിനറ്റ്ലി ഹാർഡാണ്. പിന്നെ നമുക്ക് ഇതുപോലെ തന്നെ അക്കോമഡേഷൻ ആണ് ഏറ്റവും വലിയ ഹ്യൂജ് ചെലവ്. പക്ഷെ അത് ചുരുക്കം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സേഫ്റ്റി കാര്യങ്ങളൊക്കെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് വേണം അതും ചൂസ് ചെയ്യാനായിട്ട്. ഫ്രീഡത്തിനെ പറ്റി പറയാനാണെങ്കിൽ അതൊരു എല്ലാ early 20s UK വരുന്നവരുടെയും ഒരു എക്സ്പെക്ടേഷൻ അകത്ത് വരുന്നൊരു സാധനമാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ എന്റെ ഫ്രണ്ടുമായിട്ട് ഇങ്ങനെ, ഞാനും എന്റെ ഒരു ഫ്രണ്ടോടാണ് UK വരുന്നതിനെ പറ്റി ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടാക്കിയത്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പറയായിരുന്നു, എല്ലാ ഈ പബ്ബിലൊക്കെ പോകുന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇടുന്നത് സ്റ്റുഡൻസ് ആണല്ലോ, നേഴ്സുമാരൊന്നും ഈ പബ്ബിൽ പോകുന്നില്ല. അങ്ങനെയൊക്കെ ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. അല്ലേ, നമുക്കൊരു ലെവൽ ഓഫ് ഫ്രീഡം കിട്ടും. അങ്ങനത്തെ ക്ലബ്സ് അതൊക്കെ ഇവിടുത്തെ ഒരു കൾച്ചറിന്റെ ഭാഗം കൂടെയാണ്. നമുക്ക് നമ്മുടെ നാട്ടിലെ കൾച്ചർ അല്ലല്ലോ, അത് ഒരു വെസ്റ്റേൺ കൾച്ചർ ആണല്ലോ. പിന്നെ ജഡ്ജ് ചെയ്യാൻ ആരും ഇല്ല, അതാണ് ഇവരുടെ ഇവിടെ ആരെന്ത് ചെയ്യുന്നു എന്നുള്ളത് ജഡ്ജ് ചെയ്യാനുള്ളത് ആരെയും പറയുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു ഫ്രീഡം വൈസ് ഐ തിങ്ക് നമുക്ക് എന്താണെന്ന് ആസ് ലോങ് ആസ് വി നോ നമുക്ക് എന്താണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ തിങ്ക് ഇവിടെ തന്നെയാണ് കൂടുതൽ ഫ്രീഡം ഉള്ളത്. ഉറപ്പായിട്ടും നമ്മൾക്ക് എന്താ പറയാ, നമുക്കൊരു ബോധ്യമുണ്ട്, നമ്മുടെ യുക്തിക്കും ഉള്ളത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാം, ബാക്കി ആരെയും ബോധിപ്പിക്കണ്ട. ഐ തിങ്ക് ഓൾ ഗേൾസ് ക്യാൻ റിലേറ്റ് മേ ബി. എന്താ പറഞ്ഞ എന്നെ പോലെ വേറെ നാടൊന്നും കണ്ടിട്ടില്ല. അല്ലെങ്കിൽ എന്റെ അടുത്തൊരു ഷെയർ ചെയ്തിട്ടുണ്ട്, കോംപ്ലിമെന്റ്സ് അല്ലേ? ഇപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട് ഇൻ ദ സെൻസ്, കോംപ്ലിമെന്റ് ഇൻ ദ സെൻസ്, ഇപ്പം വെളിയിൽ ഒരാൾ നമ്മൾ നടക്കുമ്പോൾ ചിലർക്ക് നമുക്ക് തോന്നും ഇപ്പൊ ലൈക്ക് ഇപ്പം നിങ്ങൾ നല്ല ഡ്രസ് ആയിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താ പറയുക, ഇഫ് യു ആർ ലുക്കിംഗ് ഗുഡ് ഓൺ ദാറ്റ് ഡേ, ഇപ്പൊ വഴിയെ പോകുന്ന ഇപ്പം ഇവിടുത്തെ ആൾക്കാർ വൈറ്റ് സൈഡിൽ വരുമ്പോഴാണ് ഹൂവർ പറയും, ഓ യു ലുക്കിംഗ് വെരി ഗുഡ് ടുഡേ. നമ്മുടെ നാട്ടിലെ ഒരാളും അങ്ങനെ കോംപ്ലിമെന്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കോൺഫിഡൻസ് ഉണ്ടാവും. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലാണെങ്കിലും നമ്മൾ ആരെങ്കിലും കണ്ടാൽ നമ്മൾ ചിരിക്കുമോ, നമ്മൾ ചിരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഒരാൾ ഓപ്പോസിറ്റ് നടന്നിട്ട് നമ്മൾ ചിരിക്കണം, അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് എന്ന് പറയണം എന്നുള്ളതാണ്. അതൊക്കെ എനിക്ക് തോന്നുന്നു ഇവിടെയാണ് കുറച്ചുകൂടെ പഠിച്ചത്. പിന്നെ ഉള്ളിന്ന് പറയുന്നതാണോ അറിയത്തില്ല, നമ്മളത് നല്ല രീതിയിലോ എങ്ങനെ വേണേലും എടുക്കാം. പക്ഷെ എനിക്ക് നാട്ടിലെങ്ങനെ മോശമാക്കി പറയുന്നില്ല, നാട്ടിൽ അതിൻ്റെതായിട്ട് ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. എന്താ പറയുന്നത്, നമുക്ക് നമ്മുടെ ഫാമിലി എല്ലാമാണ് ഇമ്പോർട്ടന്റ്, ആദ്യം തന്നെ ഫസ്റ്റ് വരുന്നത് അതാണ്. അപ്പൊ അവരിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷെ ഇവിടെ ഇങ്ങനത്തെ കുറച്ച് നല്ല പ്ലസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ വർക്ക് കൾച്ചർ പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇപ്പം നമുക്ക് ഒരു മെന്റൽ ഹെൽത്തിന് ഐ തിങ്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കൺട്രിയാണ്. അപ്പൊ ഇഫ് യു കാൺ വർക്ക്, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടാണ്, ഇന്ന് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് എന്തെങ്കിലും വെച്ചിട്ട് ഒരു സ്ട്രഗ്ലിംഗ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മാനേജറിനെ റിപ്പോർട്ട് ചെയ്യാൻ മനസ്സിലാക്കുക. മാനേജർ പറയും ഇന്ന് വർക്ക് ചെയ്യണ്ട, നീ ഓക്കെ എപ്പോഴാണോ ഓക്കെ ആവുന്നത് അപ്പൊ തിരിച്ചു വന്നാൽ മതി. നിങ്ങളുടെ മെന്റൽ ഹെൽത്തിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സ്ഥലം കൂടെയാണ്. എനിക്ക് തോന്നുന്നു യൂറോപ്പിൽ അത്യാവശ്യം ഓൾമോസ്റ്റ് ഓൾ കൺട്രീസ്. അപ്പം നാട്ടിലിപ്പോ നമ്മൾ ഒരുപാട് കേസ് വെക്കുന്നുണ്ട്, വർക്ക് പ്രഷർ, അത് ഇത് ഇവിടെ ഉണ്ട് കേട്ടോ, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പം ചില കമ്പനി, ചിലത് അമേരിക്കൻ കമ്പനീസ് ഉണ്ടാവും, എന്താ പറയുന്നത്, വേറെ പല രാജ്യത്തെ കമ്പനീസ് ഉണ്ടാവും. പക്ഷെ അതിൽ പിന്നെ നമ്മളുടെ കിട്ടുന്ന മാനേജേഴ്സിനെ ഒക്കെ പോലെ ഇരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എനിക്കും അത് തോന്നിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് നാട്ടിലെ ഇപ്പം ഞാൻ കുറ്റപ്പെടുത്തി പറയില്ല, പക്ഷെ നാട്ടിലെ നഴ്സുമാർ കുറേയും കൂടെ ഫംഗ്ഷൻ ചെയ്യുന്നത് ഡോക്ടേഴ്സിന്റെ ഓർഡർ അല്ല, ഇംപ്ലിമെന്റേഷൻ ആണ് കൂടുതലും നഴ്സുമാർ ചെയ്യുന്നത്. അവർ ഡിസിഷൻ മേക്കിംഗ് വളരെ കുറവാണ്. ഡിസിഷൻ മേക്കിംഗ് ചെയ്യുന്നത്
കൂടുതലും ഡോക്ടേഴ്സ് ആയിരിക്കും. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ വി വർക്ക് ആസ് എ ടീം. എല്ലാവർക്കും അവരുടേതായ ഇൻപുട്ട് ഉണ്ട്. ഒരു പേഷ്യന്റ് അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ആ പേഷ്യന്റിനെ ത്രൂ ഔട്ട് അസസ് ചെയ്യുന്നത് എല്ലാവരും കൂടിയാണ്. ഇപ്പം നഴ്സുമാർ ഭാഗത്ത് നഴ്സുമാർ അസസ്മെന്റ് ഉണ്ട്. ഇപ്പം എല്ലാവരും OT ഡിപ്പാർട്ട്മെന്റ് എല്ലാവർക്കും ഒരു വോയിസ് ഉണ്ട്, എല്ലാവർക്കും ഒരു അഭിപ്രായം ഉണ്ട്, എല്ലാവർക്കും ഒരു വോയിസ് ഉണ്ട്, എല്ലാവർക്കും ഒരു ഇൻപുട്ട്. അതുപോലെ ഒരു ഡിസിഷൻ എടുക്കുമ്പോഴേക്കും അതൊരു മൾട്ടി ഡിസിപ്ലിനറി ടീമിൽ നിന്നായിരിക്കും ഒന്നിച്ച് ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും അവർ ഔട്ട്കം. ഒരിക്കലും ആരും ഒരാള് തലപ്പത്തിരിക്കുന്ന ഒരാള് തീരുമാനം എടുത്തിട്ടല്ല ഒന്നും പോകുന്നത്. ഹൈറാർക്കി ഭയങ്കര കുറവായിട്ടാണ് ഉണ്ട്. വേണം, എന്നാലല്ലേ ഒരു ടീം നന്നായി ഫങ്ഷൻ ചെയ്യുള്ളൂ. ഒരാളിത് ഒരു നമുക്കൊരു ഓർഡർ നമുക്ക് എന്താ പറയുന്നത് എടുത്ത് സ്വീകരിച്ചത് ചെയ്യാനുള്ള ഒരു അത് വേണം. പക്ഷെ അതും നമ്മളെന്താ പറയുക, നമ്മുടെ തലപ്പത്തിരിക്കുന്ന ആള് റെസ്പെക്ട്ഫുള്ളി നമ്മളെ ട്രീറ്റ് ചെയ്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ പറയാം. നമുക്ക് അവര് നല്ല സെൻസിൽ എടുക്കുള്ളൂ. പിന്നെ അതുകൊണ്ട് നമ്മൾ ചെന്നപ്പെടുന്ന ടീമും ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറയും. അതാണ് അങ്ങനെ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യം അതാട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് പേഴ്സണലി റെസ്പെക്ട് ഫോർ ഈച്ച് അതർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഞാൻ അതുകൊണ്ട് ഇവിടുത്തെ വർക്ക് കൾച്ചർ എനിക്ക് ഇഷ്ടമാണെന്ന് പറയാൻ കാര്യം അതാ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ പറയുന്ന ഒരു കാര്യം തെറ്റാണേലും അവരത് ലിസൺ ചെയ്തിട്ട് കഴിഞ്ഞിട്ടായിരിക്കും അവരെന്ത് പറയുന്നത്. ഐ ഡിസഗ്രി വിത്ത് യു എന്ന് മേ ബി പറയും. പക്ഷെ അറ്റ്ലീസ്റ്റ് ദേ ലിസൺ. ഇറ്റ്സ് നോട്ട് ലൈക്ക് നമ്മളടുത്ത് കംപ്ലീറ്റ് ചെയ്യാൻ പോലും സമ്മതിക്കാത്ത യു ഹാവ് നോ വോയിസ് എന്ന് പറഞ്ഞാലും നമ്മളെ അങ്ങനെ ഓക്കെ ഗൈസ്. അപ്പം ഞങ്ങളുടെ ഒരു കുഞ്ഞി ലൈഫ് ജേർണിയുടെ നിങ്ങളത് ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെയാണ് ഇത്. ആൻഡ് ഞങ്ങൾക്ക് പെട്ടെന്ന് ഇപ്പം വേറെ ഒന്നും മനസ്സിലേക്ക് വരുന്നില്ല. പിന്നെ കുറെ കാര്യങ്ങളുടെ കുറച്ച് ഡീറ്റെയിൽസ് വെച്ച് പറഞ്ഞു. ബട്ട് ഇഫ് യു വോണ്ട് ടു നോ എനിത്തിങ് മോർ അബൌട്ട് അവർ ലൈഫ് ജേർണി, നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് കേട്ടാൽ കൊള്ളാം, ഉപകാരമായിരിക്കും എന്ന് തോന്നുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമന്റ് ചെയ്യണം. നിങ്ങൾ ചോദിക്കുക, ഞങ്ങളെ കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ ചെയ്യും. ഐ നോ അല്ലേ, കുറെ ആൾക്കാര് ഹെൽപ്പ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ ഫീൽഡിലൊക്കെ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങള് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു തരാൻ പറ്റും. സപ്പോർട്ട്, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.